ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂലൈ 21 തീയതി ചാന്ദ്രദിനമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരങ്ങളിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കുടൻ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന 4ാമത്തെ വീഡിയോ ആണിത്. ഇതിനു മുൻപത്തെ 3 വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ഈ വീഡിയോ കണ്ടു തീർത്ത ഉടൻ തന്നെ മറ്റ് 3 വീഡിയോസ് കൂടി ചെക്കൗട്ട് ചെയ്യുക. നമ്മുടെ മറ്റെല്ലാ വീഡിയോസിലും ഉള്ളതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്കായിട്ടൊരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം ആരൊക്കെ കമൻറ്റ് ചെയ്യുന്നുവോ അതിൽ കുറച്ച് പേരെ സെലക്ട് ചെയ്ത് നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ്. അതാണ് ബോണസ് ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്കായിട്ടൊരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് എന്നാണ്? ഉത്തരം അറിയുന്നവർ തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ കമൻറ്റ് ബോക്സിൽ ഉത്തരം നൽകുക. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് 2019 ജൂലൈ 22-നാണ്. ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണിത്, ഓർത്തു വയ്ക്കുക. ഉത്തരം 2019 ജൂലൈ 22. വീഡിയോയിലെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ റോക്കറ്റ് ഏതാണ്? അതായത് ഇന്ത്യയിൽ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ റോക്കറ്റ് ഏത്? നമ്മുടെ ഇന്ത്യയിൽ വെച്ച് നിർമ്മിച്ച ഏറ്റവും വലിയ റോക്കറ്റാണ് GSLV മാർക്ക് 3. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം GSLV മാർക്ക് 3. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഏത് റോക്കറ്റിൻ്റെ സഹായത്തോടെയാണ് ചന്ദ്രയാൻ 2 യാത്ര തുടങ്ങിയത്? ഏത് റോക്കറ്റിൻ്റെ സഹായത്തോടെയാണ് ചന്ദ്രയാൻ 2 യാത്ര തുടങ്ങിയത്? നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ റോക്കറ്റായ GSLV മാർക്ക് 3യുടെ സഹായത്തോടെയാണ് ചന്ദ്രയാൻ 2 യാത്ര തുടങ്ങിയത്. മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം GSLV മാർക്ക് 3. നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ഇറങ്ങുന്ന ചന്ദ്രയാൻ 2വിൻ്റെ ലാൻഡറിന് നൽകിയിരിക്കുന്ന പേരെന്ത്? ഇതും ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. ചന്ദ്രയാൻ 1, 2, 3യുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. ചന്ദ്രയാൻ 2വിൻ്റെ ലാൻഡറിൻ്റെ പേരാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വിക്രം. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്ന ചന്ദ്രയാൻ 2വിലെ 6 ചക്രമുള്ള പര്യവേഷ വാഹനത്തിന് എന്താണ് പേര് നൽകിയിരിക്കുന്നത്? ഉത്തരം പ്രഗ്യാൻ. അതായത് ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്ന ചന്ദ്രയാൻ 2വിലെ 6 ചക്രമുള്ള പര്യവേഷണ വാഹനത്തിൻ്റെ പേരാണ് പ്രഗ്യാൻ. ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആകാശ നിരീക്ഷണത്തിന് ദൂരദർശിനി ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അത് മറ്റൊരു രീതിയിൽ ചോദിച്ചതാണ് ഇവിടെ. ആകാശ നിരീക്ഷണത്തിന് ദൂരദർശിനി എന്നാൽ ടെലിസ്കോപ്പാണ്. ആദ്യമായി ഉപയോഗിച്ചത് ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഉത്തരം ഗലീലിയോ ഗലീലി. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ISROയുടെ രണ്ടാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യത്തിൻ്റെ പേരെന്താണ്? ഇത് വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. ISROയുടെ രണ്ടാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യത്തിൻ്റെ പേരാണ്, വളരെ എളുപ്പമുള്ള ചോദ്യമാണിത്. ഉത്തരം ചന്ദ്രയാൻ 2. അതായത് ISROയുടെ ചാന്ദ്ര ദൗത്യമാണ് ചന്ദ്രയാൻ. അപ്പോൾ രണ്ടാമത്തെ പര്യവേഷണ ദൗത്യത്തിൻ്റെ പേര് ചന്ദ്രയാൻ 2. വീഡിയോയിലെ എട്ടാമത്തെ ചോദ്യം: ചന്ദ്രയാൻ 2 ദൗത്യത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? ചന്ദ്രയാൻ 2 ദൗത്യത്തിന് നേതൃത്വം കൊടുത്തത് ആര്?
ചന്ദ്രയാൻ 2 ദൗത്യത്തിന് നേതൃത്വം കൊടുത്തിരിക്കുന്നത് ഡോക്ടർ മയിൽ അണ്ണാദുരൈയാണ്. ഉത്തരം ഡോക്ടർ മയിൽ അണ്ണാദുരൈ. ഡോക്ടർ അണ്ണാദുരൈ എന്നെഴുതിയാലും മതിയാവും. 9ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചന്ദ്രയാൻ 2വിൻ്റെ പ്രധാന ശാസ്ത്രീയ ലക്ഷ്യം എന്തായിരുന്നു? ചന്ദ്രയാൻ 2വിൻ്റെ പ്രധാന സയൻറ്റിഫിക് ലക്ഷ്യം എന്ത്? ചന്ദ്രജലത്തിൻ്റെ സ്ഥാനവും ഭൂപ്രകൃതിയും മൂലക സമൃദ്ധിയും മാപ്പ് ചെയ്യുക എന്നതായിരുന്നു ചന്ദ്രയാൻ 2വിൻ്റെ ശാസ്ത്രീയ ലക്ഷ്യം. ഉത്തരം ചന്ദ്രജലത്തിൻ്റെ സ്ഥാനവും ഭൂപ്രകൃതിയും മൂലക സമൃദ്ധിയും മാപ്പ് ചെയ്യുക. വീഡിയോയിലെ 10ാമത്തെ ചോദ്യം, എവിടെ നിന്നാണ് ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത്? ചന്ദ്രയാൻ 2 വിക്ഷേപിച്ച സ്ഥലം എവിടെയാണ്? ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചിരിക്കുന്നത് സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നാണ്. 10ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സതീഷ് ധവാൻ സ്പേസ് സ്റ്റേഷൻ. 11ാമത്തെ ചോദ്യം, ചന്ദ്രൻ്റെ ഉപരിതലത്തെ മാപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചന്ദ്രയാൻ 2വിൻ്റെ ഭാഗത്തിൻ്റെ പേരെന്താണ്? ചന്ദ്രയാൻ 2വിൻ്റെ ഏത് പാർട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ചന്ദ്രൻ്റെ ഉപരിതലത്തെ മാപ്പ് ചെയ്യുന്നത്? ചന്ദ്രൻ്റെ ഉപരിതലത്തെ മാപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചന്ദ്രയാൻ 2വിൻ്റെ പാർട്ടിൻ്റെ പേരാണ് ഓർബിറ്റർ. ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. ഉത്തരം ഓർബിറ്റർ. 12ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചന്ദ്രയാൻ 2വിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ ആരായിരുന്നു? ചന്ദ്രയാൻ 2വിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ ആര്? ചന്ദ്രയാൻ 2വിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ മുത്തയ്യ വനിതയാണ്. ഉത്തരം മുത്തയ്യ വനിത. വീഡിയോയിലെ 13ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചന്ദ്രയാൻ 2വിൻ്റെ മിഷൻ ഡയറക്ടർ ആരായിരുന്നു? ചന്ദ്രയാൻ 2വിൻ്റെ മിഷൻ ഡയറക്ടർ ആര്? ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളാണ്, ഓർത്ത് വെക്കുക. ചന്ദ്രയാൻ 2വിൻ്റെ മിഷൻ ഡയറക്ടർ റീതു കരിതാളാണ്. അതേപോലെ തന്നെ ചന്ദ്രയാൻ 2വിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ മുത്തയ്യ വനിതയുമാണ്. 14ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എന്നാണ്? ചന്ദ്രയാൻ 1 വിക്ഷേപിച്ച തീയതി ഏത്? ഒക്ടോബർ 22 ചന്ദ്രയാൻ വിക്ഷേപിക്കുന്നത്. ഉത്തരം 2008 ഒക്ടോബർ 22. അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിനെ പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്വിസ് വീഡിയോസിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് PDF രൂപത്തിൽ ലഭിക്കുന്നതാണ്. അതായത് നിങ്ങൾ ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ പാകത്തിൽ ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും PDF രൂപത്തിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ അതിന് ലഭിക്കുവാനായി നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് വീഡിയോയിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. എളുപ്പമുള്ള ചോദ്യമാണിത്. എവിടെ നിന്നാണ് ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചിരിക്കുന്നത്? ചന്ദ്രയാൻ 1 വിക്ഷേപിച്ച സ്ഥലം ശ്രീഹരിക്കോട്ടയാണ്. ചോദ്യത്തിൻ്റെ ഉത്തരം ശ്രീഹരിക്കോട്ട. ഇനി നമുക്ക് ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്. ചന്ദ്രയാൻ 1ൻ്റെ വിക്ഷേപണ വാഹനത്തിൻ്റെ പേരെന്താണ്? ഉത്തരമറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്. ബോണസ് ചോദ്യം ഒന്നുകൂടി വായിക്കാം. ചന്ദ്രയാൻ 1ൻ്റെ വിക്ഷേപണ വാഹനം ഏതായിരുന്നു? അപ്പോൾ ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ 4ാമത്തെ വീഡിയോ ആയിരുന്നു ഇത്. ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. നമ്മൾ എല്ലാ വീഡിയോയിലും 15 ചോദ്യങ്ങൾ വീതമാണ് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ 15 ചോദ്യങ്ങളും നിങ്ങൾ ഇന്ന് തന്നെ പഠിക്കുക. ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും ചന്ദ്രയാൻ 2വുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനിയും നമുക്ക് ചന്ദ്രയാൻ 1ഉം അതേപോലെ തന്നെ ചന്ദ്രയാൻ 3മായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോയ്ക്കായി കാത്തിരിക്കുക. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതുപോലെയുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.